അടുത്തത് നമ്മുടെ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ. നമസ്കാരം സാറേ, ഞാൻ ഈ ഗോൾഡ് മർച്ചന്റിന്റെ ജില്ലാ പ്രസിഡന്റാണ്. സാറിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനും സാറിന് അറിയുന്ന വിഷയമാണ്, എങ്കിൽ കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ സാറിനത് അറിയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷനെ കാണുന്നത് ഒരു നികുതി അടക്കാത്ത ആളുകൾ എന്ന നിലക്കാണ്. അങ്ങനെ സാറ് ചിന്തിക്കരുത്. സാറ് നല്ല ഈ ഭരണം വരുമ്പോൾ, കാരണം കഴിഞ്ഞ 10 വർഷമായി ഒരു നേട്ടങ്ങളോ മറ്റൊന്നോ ലഭിക്കാത്ത ഒരു മേഖലയാണ്. അതിന്റെ പ്രധാന കാരണം ഞങ്ങൾക്ക് ഈ വിവരാവകാശത്തിൽ കൊടുത്തപ്പോൾ 2022-ലും 2024-ലും 2023-ലൊന്നും അതിന്റെ മാപ്പിംഗ് ഇല്ല എന്ന വിവരമാണ് കിട്ടുന്നത്. 2021-ല് പിന്നെ 381 കോടി രൂപയാണ് സർക്കാരിന് കിട്ടിയത് 6 മാസക്കാലം. 383 കോടി. അതിന്റെ ശേഷം പിന്നെ അത് 6 മാസത്തെ ഇതാണ്. അതിനുശേഷം നമ്മൾ 2023-ലും 2024-ലും 2025-ലും വിവരാവകാശം കൊടുത്തതിന് ശേഷവും ഒന്നും നമുക്ക് ലഭ്യമല്ല. അപ്പൊ അത് കാരണം ഇതിന്റെ കൃത്യമായ ഒരു കണക്ക് നമ്മളെ കയ്യിലുമില്ല. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ആ കണക്ക് വെച്ചുകൊണ്ടാണ് പൊതുവെ പുറത്ത് സംസാരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു തെറ്റായ ഒരു കീഴ്വഴക്കാണ്. പിന്നെ അതുപോലത്തെ ഒരു കാര്യം കൂടി, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ഗോൾഡ് എന്ന് പറയുമ്പോ മലബാറും കല്യാണും ഇവരൊക്കെ കാര്യം വരിക. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ 12,000-ഓളം സാധാരണക്കാരനായ ഒരു 1000 രൂപ പോലും വരുമാനമില്ലാത്ത സ്വർണ്ണ വ്യാപാരികളുണ്ട്. നിങ്ങൾ സ്വർണ്ണ വ്യാപാരികൾ പാവങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടാവും. അതിന്റെ കാരണം എന്ന് വെച്ചാല് 1,14,000 നിലവിലെ വില. അതേ സമയത്ത് ഈ ഇരിക്കുന്ന നിങ്ങളെന്ന് ആരെങ്കിലും ഒരാഴ്ചയായിട്ട് എന്തെങ്കിലും ഒരു ആഭരണം ഏതെങ്കിലും ഒരു കടയിൽ പോയി വാങ്ങിക്കണം, നിങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവില്ല. കാരണം ആ മേഖല തകർന്നു കിടക്കാണ്. ഇത്രയും വലിയ ട്രംപ് വന്നതിന്റെ ശേഷം ഉണ്ടായ ഒരു പ്രശ്നമാണിത്, നമുക്കറിയാം. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരു ഒന്നിനും കൊള്ളാത്തവരാണ്, ടാക്സ് വെട്ടിപ്പുകാരാണെന്നുള്ളൊരു തിയറി നിലവിലെ സർക്കാരിനുണ്ട്. ഇനി വരുന്ന സർക്കാർ നമ്മുടെ സാറടക്കമുള്ള ഈ കമ്മിറ്റിക്ക് അതല്ലെങ്കിൽ UDF-ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കണമെന്നാണ് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്.